പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന മലയോര സമരയാത്രയുടെ ഇടുക്കി ജില്ലാതല സമാപനം കുമളിയിൽ നടന്നു. കുമളി പൊതുവേദിയിൽ നടന്ന യോഗം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് വി.ഡി. സതീശൻ സൂചിപ്പിച്ചു. നൂറുകണക്കിന് പ്രവർത്തന നേതൃത്വത്തിൽ വാദ്യമേളകളുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിലാണ് പ്രതിപക്ഷ നേതാവിനെ സമ്മേളനങ്ങളിലേക്ക് ആനയിച്ചത്. മലയോര സമരയാത്രയുടെ ഇടുക്കി ജില്ലാതല സമാപനമാണ് കുമളിയിൽ നടന്നത്. UDF പിരമേട് നിയോജകമണ്ഡലം ചെയർമാൻ ആന്റണി ആലഞ്ചേരി അധ്യക്ഷ വെച്ച യോഗം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് വനമേഖലയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ കർഷകരുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള യാതൊരു ബോധ്യമുണ്ടാകുന്നു. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ഭാഗമായി മൃഗങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു, മനുഷ്യർ കൊല്ലപ്പെടുന്നു. ഐക്യജനാധിപത്യ മുന്നണി കൊടുങ്കാറ്റ് പോലെ കേരളത്തിൽ തിരിച്ചു വരുമെന്നും ഇപ്പോൾ നൽകുന്ന വാഗ്ദാനങ്ങളെന്ന് പാലിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പട്ടയ പ്രശ്നങ്ങൾ, CHRുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വന്യജീവി ശല്യം, ബഫർ സോൺ വിഷയം, പുതിയ സംരക്ഷിത വനങ്ങൾ, നിർമ്മാണ നിരോധനം, ഇടുക്കി പാക്കേജ് എന്നിങ്ങനെ നിരവധി സർക്കാർ വീഴ്ചകളാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. എത്ര പേര് ഈ സർക്കാർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, കേരളത്തിൽ വന്യജീവി ആക്രമണം കുറഞ്ഞു വരികയാണ്. ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുന്നത്? ഭൂമിയിൽ സർക്കാരിനുള്ള കണക്കുണ്ട്. കുമളിയിൽ നടന്ന സമാപന സമ്മേളനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. യോഗത്തിൽ ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, MLA മോൻസ് ജോസഫ്, അഡ്വക്കേറ്റ് സിറീഖ് തോമസ്, പിരിമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കാട്, മണ്ഡലം പ്രസിഡന്റ് PP റഹീം, മറ്റ് UDF നേതാക്കൾ എന്നിവർ സംസാരിച്ചു. ഇടുക്കി വിഷൻ, കുമളി.